Next session is volume of solid of revolution. അതിൽ വരുന്ന മെത്തേഡ്സ് ആണ് ഡിസ്ക്, വാഷർ ആൻഡ് ക്രോസ് സെക്ഷൻ മെത്തേഡ്സ്. അപ്പോൾ അത് എന്താണ് വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ എന്നുള്ളതും അതിൽ വരുന്ന ഈ മെത്തേഡ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ സെക്ഷൻ. ഓക്കെ ഓക്കെ ഫസ്റ്റ് കൺസെപ്റ്റ് ഇസ് സോളിഡ് ഓഫ് റെവല്യൂഷൻ. വി ഹാവ് എ സോളിഡ് അല്ലേ. നോക്കൂ, ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഗിവൺ കർവ് ഉണ്ട് ഫ്രം എ ടു ബി. ഇസ് എ സോളിഡ്. ഈ സോളിഡ് വിത്ത് റെസ്പെക്ട് ടു എനി ആക്സിസ് ഓർ എനി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൈനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് അനദർ ഒരു സോളിഡ് കിട്ടും. അതാണ് വോള്യൂം. ആ കിട്ടുന്ന സോളിഡിന്റെ വോള്യൂം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എയിം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്ക് മെത്തേഡ്. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് ഇസ് ലൈക്ക് ദിസ്. ക്ലിയർ? സോ ഡിസ്ക് മെത്തേഡിൽ ചെയ്യുന്നത് ഇത്തരത്തിലൊരു സോളിഡ് ഓഫ് റെവല്യൂഷൻ നമുക്ക് കിട്ടുന്ന ഒരു സോളിഡ്. ഓക്കെ, ഒരു സോളിഡിനെ പെർട്ടിക്കുലർ ആക്സിൽ, ഇപ്പോൾ എക്സ് ആക്സിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ആ റിവോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഫിഗറിനെ കുറെ ഡിസ്ക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആ ഡിസ്കിന്റെ ഏരിയ അല്ലെങ്കിൽ ഡിസ്കിന്റെ വോള്യൂം കണ്ടുപിടിച്ചിട്ട് ആ കിട്ടുന്ന സെക്ഷൻസിന്റെ വോള്യൂം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ക്ലിയർ? സോ നമുക്ക് അതിൽ ആ ഗിവൺ സോളിഡിന് എന്ത് ചെയ്യുക, എ ടു ബി ആണ്. അപ്പോൾ സോ അതേ നമ്മൾ മുന്നേ ചെയ്തിരുന്ന പോലെ എന്ത് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുന്നു. ഈക്വൽ സബ് ഇന്റർവൽസ് ആക്കി പാർട്ടീഷൻ ചെയ്യുക. x1 x2 എക്സെട്ര x1 x2 എക്സെട്ര xn ഈക്വൽ ടു ബി ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കിട്ടുന്ന കുറെ സബ് റെക്ടാംഗിൾസ്, ആക്ച്വലി റെക്ടാംഗിൾസ് അല്ല ഈ ഒരു ഫിഗർ ആ കിട്ടുക, ഇതുപോലുള്ള ആക്ച്വൽ സബ് റെക്ടാംഗിൾസിന്റെ സം ആയിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. Okay, so the approximate volume is given by pi times f of ck whole square delta x, where delta x എന്ന് പറയുന്നത് the length of the subinterval. Actual a to b ആണ് അല്ലെ, a to b ആണ്. അപ്പം n equal subintervals ആക്കുമ്പോൾ 1ന്റെ ലെങ്ത് എന്തായിരിക്കും, b minus a by n, right? So ഇങ്ങനെ b minus a by n ആണ് delta x ന്റെ വാല്യൂ. പിന്നെ എടുക്കുന്ന സി കെ is an evaluation point. നമ്മൾ ആദ്യം പറയുന്നത് പോലെ ഓരോ ഇന്റർവെലിനും ഒരു ഇവാലുവേഷൻ പോയിന്റ് ചൂസ് ചെയ്യുന്നു. Let it be CK. First C1, C2 അങ്ങനെ. So CK is the evaluation point. Then pi is a constant. Pi times f of CK whole square delta x is the approximate del VK. VK is the volume. So finding the volume of solid of revolution is actually sigma k equal to 1 to n delta VK. അങ്ങനെയുള്ള ഓരോ ഡിസ്കിന്റെയും വോള്യത്തിന്റെ സം. ഓക്കെ, അത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എങ്ങനെ പറയാം, സിഗ്മ കെ ഈക്വൽ ടു 1 to n പൈ ടൈംസ് എഫ് ഓഫ് സി കെ ഹോൾ സ്ക്വയർ ഡെൽറ്റ എക്സ്, കെ വേസ് ഫ്രം 1 to n. ഇതിലും തന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് എന്ത്, ആക്ച്വൽ വോള്യൂം. ഇത് അപ്രോക്സിമേറ്റ് വോള്യൂം. ഇത് ആക്ച്വൽ വോള്യൂം ആണെങ്കിൽ എന്താണ് അതിന്റെ ലിമിറ്റ്, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈക്വൽ ടു 1 to n, റെയ്മാൻ സമ്മിന്റെ ലിമിറ്റ്. അതാണ് ഇന്റഗ്രൽ. സോ സിഗ്മ കെ ഈക്വൽ ടു 1 to n പൈ ടൈംസ് എഫ് ഓഫ് സി കെ ഹോൾ സ്ക്വയർ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി പൈ ടൈംസ് എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. സി കെ എന്നുള്ള പോയിന്റ് ഇന്റഗ്രേഷനിലേക്ക് വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നാവും. സോ ദിസ് ഇസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് വോള്യൂം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ യൂസിങ് ഡിസ്ക് മെത്തേഡ്. ക്ലിയർ? അതവിടെ ഡെഫിനേഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. വോള്യൂം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ, എഫ് ഒരു കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ, കനോട്ട് ബി നെഗറ്റീവ്. സോ ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ, ആർ ഇസ് എ റീജിയൻ, ഒരു ഗ്രാഫിന് എഫിന് താഴെയുള്ള ഒരു റീജിയൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ വോള്യൂം ഓഫ് സോളിഡ് അത് റൊട്ടേറ്റ് ചെയ്യും ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൈനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വോള്യൂം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ വേണം. ആ വോള്യൂം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ, v equal to integral from a to b pi times അല്ലെങ്കിൽ pi into f of x whole square dx. Okay, that's it. f of x whole square അല്ലെങ്കിൽ y square എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ y equal to something എന്നാണെങ്കിൽ y square എന്നാവും ഇക്വേഷൻ, അല്ലെങ്കിൽ f of x whole square dx. f should be positive. നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഫൈൻഡ് ദ വോള്യൂം ഓഫ് ദ സോളിഡ് ഒബ്റ്റെയിൻഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് y ഈക്വൽ ടു റൂട്ട് എക്സിന് താഴെയുള്ള ഗ്രാഫ് ഫ്രം 0 to 2 ഓൺ 0 to 2. 0 to 2 എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് ഇന്റർവെലിനകത്ത് y ഈക്വൽ ടു റൂട്ട് എക്സിന്റെ താഴെയുള്ള ആ ഒരു റീജിയൻ എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോള്യൂം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാനായി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഏതൊക്കെയാ, y ഈക്വൽ ടു റൂട്ട് എക്സ് ആ കർവ് ഉണ്ട്. ഓക്കെ, നമ്മൾ എഫ് എഫ് എക്സ് അല്ലെങ്കിൽ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ എന്നുള്ള കർവ് ഉണ്ട്. ഫ്രം 0 to 2 ഉണ്ട് അല്ലെ, ആ വേരിയേഷൻ തരം 0 to 2 എന്നുള്ള കർവ് ഉണ്ട്, ഇന്റർവെല്ലുണ്ട്. ദെൻ ഡെൽ വി ഈക്വൽ ടു പൈ വൈ സ്ക്വയർ ഡെൽ എക്സ് അല്ലെങ്കിൽ പൈ എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡെൽ എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സിന് വൈ ഈക്വൽ ടു റൂട്ട് എക്സ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ ഡെൽ എക്സ്. സോ പൈ എക്സ് ഡെൽറ്റ എക്സ്. നമ്മൾ ശരിക്കും ഇക്വേഷന്റെ ഫോർമുല എന്താ, വോള്യത്തിന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 0 to 2 പൈ
f of x whole square dx അല്ലെങ്കിൽ y square dx. So x dx from 0 to 2. Pi constants in x from x in integral x square by 2 from the limit 0 to 2. Answer 2 pi. സിമ്പിൾ. ജസ്റ്റ് ആ ഫോർമുല പഠിക്കുക, അപ്ലൈ ചെയ്യുക. ഈ കംപ്ലീറ്റ് ചാപ്റ്ററിൽ നമുക്ക് എങ്ങനെയുള്ളൂ, കുറെ അധികം ഫോർമുലാസ് ഉണ്ട്. ഓരോന്നിനും ഓരോ കുറച്ച് ഫോർമുലാസ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യുന്നു, അതിലുള്ള പ്രോബ്ലംസും അത്രയേ ഉള്ളൂ. By revolving the region under the graph, ഒരു region ഉണ്ട്, y equal to root of r square minus x square എന്ന് പറഞ്ഞ റീജിയന്റെ താഴെ ഫ്രം മൈനസ് ആർ ടു ആർ, ആ region revolving about the അത്രയേ ഉള്ളൂ. ആ region revolving show that the volume of the sphere of radius is 4/3 pi r cube. അതായത് ഈ ഒരു ഇത് സാധാരണ ഐഡന്റിഫൈ ചെയ്യണം, ഈ ഫിഗർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏതാ മൈനസ് ആർ ടു ആർ, y equal to root of r square minus x square. ഏതാ കർവ്? രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ y square equal to r square minus x square. അതർവൈസ് x square plus y square equal to r square. ഏതാ ഈ കർവ്? 0 0. ഒറിജിൻ സെന്റർ r റേഡിയസ് ഉള്ള സർക്കിൾ. ക്ലിയർ? സോ ഒറിജിൻ സെന്റർ r റേഡിയസ് ഉള്ള ഈ സർക്കിളിന്റെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒബ്വിയസ്ലി ആ സ്ഫിയർ. അപ്പൊ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ എന്ത് തന്നെയായിരിക്കും? സ്ഫിയറിന്റെ വോളിയം തന്നെയായിരിക്കും. ക്ലിയർ? ഈ ഒരു സെമി സർക്കിൾ എബൌട്ട് ദ എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന, റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ ഇസ് ആക്ച്വലി ദ വോളിയം ഓഫ് ദി സ്ഫിയർ. സോ ചെക്ക് ചെയ്യാം. അവിടെ ഡെൽ വി എന്ന ഫോർമുല പൈ ഡെൽ വൈ സ്ക്വയർ ഡെൽ എക്സ്. വൈ സ്ക്വയർ എന്താ? ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. y equal to root of r square minus x square. So y square equal to r square minus x square. Clear? So നമുക്ക് ഫോർമുല കൊടുക്കാം from minus r to r ക്വസ്റ്റ്യനിൽ given. So minus r to r pi into y square. അപ്പോൾ r square minus x square dx. pi കോൺസ്റ്റന്റ് പുറത്തെടുത്തു. r സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? r square x. ഓക്കെ, ഇതിൽ നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് ആർ ടു ആർ. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് മൈനസ് ആർ ടു ആറിനെ 2 times 0 to r എന്ന് എഴുതാം. അത് ഓഡ് ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ മൈനസ് ആർ ടു ആർ അതിന്റെ വാല്യൂ 0 ആവുമായിരുന്നു. ഇന്റഗ്രൽ മൈനസ് ആർ ടു ആർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈനസ് എ ടു എന്തോ സെയിം വേരിയബിൾ ആയാൽ മതി. ഇവിടെ എടുക്കുന്ന ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ 0, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് 2 times 0 to r എന്ന് എഴുതാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതല്ലേ? സോ ഇങ്ങനെ എഴുതാൻ പറ്റും. സോ 0 to r r square minus x square dx. r square integral 2 pi constant. So r square x minus x square integral of x square is 6 cube by 3 from the limit 0 to r. So 2 pi r cube minus r cube by 3 which is 4/3 pi r cube. This is actually the volume of a sphere. Clear? ഇതേ കാര്യം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിൽ ആണെങ്കിലോ റൊട്ടേഷൻ അബൌട്ട് വൈ ആക്സിൽ ആണെങ്കിലോ ഇക്വേഷൻ എങ്ങനെ മാറും? വോളിയം ബിക്കംസ് പൈ ടൈംസ് ഇന്റഗ്രൽ സി ടു ഡി. ആ വേരിയേഷൻ എവിടെയാണോ അത് സി ടു ഡി ജി ഓഫ് വൈ ഹോൾ സ്ക്വയർ ഡി വൈ. ജി ഓഫ് വൈ ഹോൾ സ്ക്വയർ ഡി വൈ. നമ്മളവിടെ എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതുന്നതിന് പകരം വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ വേരിയബിൾ വിൽ ബി വൈ. സോ ജി ഓഫ് വൈ ഹോൾ സ്ക്വയർ ഡി വൈ. ഇവിടെ എടുക്കുന്ന വേരിയബിൾ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ അവിടെ വൈ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ ആയിരിക്കും. എക്സ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം ഗിവൺ ഫംഗ്ഷൻ ഉണ്ടാവേണ്ടത്. ക്ലിയർ ആണോ? ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ഒബ്റ്റെയിൻഡ് ബൈ റിവോൾവിംഗ് the region bounded by the graphs y equal to x cube, y equal to 8 and x equal to 0 about the y axis. About the y axis എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് y ആക്സിൽ റൊട്ടേഷൻ ചെയ്യുമ്പോൾ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ ആണ് കണ്ടത്. ചെയ്യാം. അഗൈൻ ഇവിടെയും ഡെൽ വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? പൈ എക്സ് സ്ക്വയർ ഡെൽ വൈ. അവിടെ എന്തായിരുന്നു? പൈ വൈ സ്ക്വയർ ഡെൽ എക്സ് ആയിരുന്നു. ഇവിടെ പൈ എക്സ് സ്ക്വയർ ഡെൽ വൈ. ഇന്റർചേഞ്ച് ആവും, വേരിയബിൾസ് രണ്ടും ഇന്റർചേഞ്ച് ആവുന്നേ ഉള്ളൂ. സോ എക്സിന്റെ വാല്യൂ എന്താ ഇവിടെ? y equal to x cube. അപ്പോൾ x equal to y raised to 1/3. So y raised to 1/3 whole square del y remains the same. So pi y raised to 2/3 del y. Okay? ശരിക്കും ഈ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഇതിലും പിക്ചർ വരയ്ക്കുമ്പോൾ 3D ഫിഗർ വരച്ചില്ലെങ്കിലും അത് 2D ഫിഗർ എന്തെങ്കിലും വരച്ചു വെച്ചോളാം. 2 ഡയമെൻഷനിൽ നമുക്ക് എക്സ് വൈ ആക്സിസിൽ നമുക്ക് വരയ്ക്കാൻ അറിയാം. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ വരുന്ന ഏത് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആയാലും വരയ്ക്കുന്ന സമയത്ത് 2D ഫിഗർ മനസ്സിലാക്കി 3D വരച്ചില്ലെങ്കിലും ഓക്കെയാണ്. അത് നമുക്ക് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ ആ 2D ഫിഗർ എങ്ങനെയെങ്കിലും ഒന്ന് വരച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആദ്യം വന്ന് 2D ഫിഗർ എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ കർവ് അല്ലേ? y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ കർവ് ഐഡന്റിഫൈ ചെയ്യാം. ഏതാ കർവ്? ദിസ് ഇസ് ദ കർവ്. ഈ y ഈക്വൽ ടു എക്സ് ക്യൂബ് ഫ്രം x ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു 8. വൈയുടെ വാല്യൂ എക്സിന്റെ വൈയുടെ വേരിയേഷൻ ഇടുന്നത് 0 ടു 8. x ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വൈയുടെ വാല്യൂ ഇവിടെ എക്സ് ഈ ആക്സിസ്. സോ 0 ടു 8 വരെ വൈയുടെ വേരിയേഷൻ വരും. നമുക്ക് ഇതിന്റെ ആക്ച്വൽ വാല്യൂ എങ്ങനെയാണ് എടുക്കുക? v ഈക്വൽ ടു പൈ ടൈംസ് ഇന്റഗ്രൽ 0 ടു ഇവിടെ എന്താ 0 ടു 8 അല്ലെ? വൈയുടെ വേരിയേഷൻ 0 ടു 8
എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ y raised to 2/3 dy, y raised to 2/3 ഇന്റഗ്രൽ y raised to 5/3 അല്ലെ, y raised to 2/3 യുടെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ y raised to 2/3 plus 1/2/3 plus 1, x raised to n ഇന്റഗ്രൽ x raised to n plus 1/n plus 1 എന്ന് പറയുന്നത് പോലെ. സോ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കുക 96π/5. That's all about the disk method. Next method is washer method. വാഷർ മെത്തേഡിൽ ഇതേപോലെ തന്നെ ആയിരിക്കും, പക്ഷെ എന്താണ് അവിടെ ഒരു ഡിഫറൻസ് വരുന്നത്? ഇതേപോലെ ഡിസ്ക്സ് ആയിട്ടല്ല ഡിവൈഡ് ചെയ്യാം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇറ്റ് ആർ ബി ദ റീജിയൻ. ഓക്കെ, എഫ് ആൻഡ് ജി എന്ന് പറഞ്ഞ രണ്ട് കർവ്സിന് ഇടയ്ക്കുള്ള റീജിയൻ. ഓരോന്നിലും യൂസ് ചെയ്യുന്ന ആ ടെക്നിക്ക് മനസ്സിലാക്കണം. ഇത് നോക്കിയേ, എഫ് ആൻഡ് ജിയിൽ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു കർവ് ആയിരിക്കണം. എഫിലോ ജിയിലോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കർവുകളാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇത് രണ്ട് കർവിന് ഇടയ്ക്കുള്ള ഒരു റീജിയൻ ആണെങ്കിൽ, രണ്ട് കർവ്സിന് ഇടയ്ക്കുള്ള ഒരു റീജിയൻ, അതാണ് നമ്മുടെ എബൌട്ട് എക്സ് ആർ വൈ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ വി ക്യാൻ യൂസ് ദ വാഷർ മെത്തേഡ്. So washer method lo varunathu, let f be the upper curve, f of x greater or equal to g of x greater or equal to 0. f is the upper curve and y g is the lower curve. From a to b il namukku endu cheyanam, rotate cheyanam. Adana given region a to b il defined aanu. So idu revolve in the samayathu volume of solid of revolution kandupidikkanayitte nammal use cheyna method is washer method. Washer method adu revolve in samayathu it is like a washer in the structure. This is a washer. Ee oru washer structure il namukku oru സെന്ററിൽ ഒരു ഹോൾ ഉള്ള ഒരു റീജിയൻ കിട്ടും, ഒരു സോളിഡ് കിട്ടും. ഓക്കെ, അത് കണ്ടുപിടിക്കാനാണ് ഈ വാഷർ മെത്തേഡ് യൂസ് ചെയ്യുക. ഫോർമുല എങ്ങനെയാ വരുന്നത്? അപ്രോക്സിമേറ്റ് റിമൈൻഡ് സം എങ്ങനെ കിട്ടുക? പൈ ടൈംസ് എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് സ്ക്വയർ ഡെൽ എക്സ്. അത് ആക്ച്വൽ ഫോർമുലയിലേക്ക് വരുമ്പോൾ എങ്ങനെയാവും? വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ ഇസ് ഗിവൺ ബൈ, ഇൻ ദ വാഷർ മെത്തേഡ് ഇസ് ഗിവൺ ബൈ pi times integral from a to b f of x whole square minus g of x whole square dx for f greater than or equal to g greater than or equal to 0. f upper curve, g lower curve പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് ഫോർമുല പഠിക്കുക, പ്രോബ്ലം ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഫോർ എക്സാമ്പിൾ, വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കണം ബൈ റിവോൾവിംഗ് റീജിയൻ അബൌട്ട് y equal to root x ഉം y equal to x ഉം. ആ രണ്ട് കർവിന് ഇടയ്ക്കുള്ള പോർഷൻ അബൌട്ട് ദി എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ അബൌട്ട് ദി എക്സ് ആക്സിസ് ഈ രണ്ട് റീജിയൻസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടുക? ദ റീജിയൻ ബൗണ്ടഡ് ബൈ y equal to root x, റീജിയൻ ബൗണ്ടഡ് ബൈ y equal to root x and y equal to x. അപ്പോൾ ആദ്യം ആ കർവുകൾ രണ്ടും പ്ലോട്ട് ചെയ്യാം. y equal to root x ഉം y equal to x ഉം അത് രണ്ടും ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരച്ചാൽ മതി. കാരണം നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ. സോ എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്വാഡ്രന്റിൽ അതൊന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചു. ക്ലിയർ? y equal to root x ഉം y equal to x ഉം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? അതിനിടയ്ക്കുള്ള റീജിയൻ ഇന്റർസെക്ഷൻ പോയിന്റ് ഏതാ? y equal to root x ഉം y equal to x ഉം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എങ്ങനെ പിടിക്കുക? റൂട്ട് എക്സ് ഈക്വൽ ടു എക്സ്, രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുക. സോ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത സമയത്ത് x ഈക്വൽ ടു 0 ഓർ x ഈക്വൽ ടു 1 അല്ല, x ഈക്വൽ ടു 0 x ഈക്വൽ ടു 1 സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. x 1 ആണെങ്കിൽ, x ഈക്വൽ ടു 0 ആണെങ്കിൽ പോയിന്റ് 0 0, വൈയുടെ വാല്യൂം 0 തന്നെ ആയിരിക്കും. x ഈക്വൽ ടു 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1 ആയിരിക്കും. സോ 1 1 ആയിരിക്കും പോയിന്റ്. ഇന്റർസെക്ഷൻ പോയിന്റ് 0 0 ആൻഡ് 1 1. ക്ലിയർ? സോ നമ്മുടെ ഫോർമുല എങ്ങനെ വരും? അപ്ലൈ ചെയ്യുമ്പോൾ v ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 പൈ ടൈംസ് f of x സ്ക്വയർ f of x സ്ക്വയർ മൈനസ് g of x സ്ക്വയർ. സോ ഇവിടെ f of x ആയിട്ട് റൂട്ട് എക്സ് എടുക്കുക. അപ്പോൾ റൂട്ട് എക്സ് സ്ക്വയർ അപ്പർ കർവ് ഏതാ? റൂട്ട് എക്സിന്റെ കർവ്. സോ റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഇതാണ് ജി. ജി എന്ന് പറയുന്നത് അവിടെ എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ, ഇത് റൂട്ട് എക്സിന്റെ സ്ക്വയർ പൈ ടൈംസ്, അതും കൂടി പൈ ഇൻറ്റു എന്നുള്ളത് ഫോർമുലയിലുള്ളതാണ്. സോ പൈ പുറത്തെടുക്കുന്നു ആസ് എ കോൺസ്റ്റന്റ്. സോ ബാക്കി എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. ഫൈനൽ ആൻസർ ഇസ് പൈ ബൈ 6. ഇത് ക്ലിയർ? അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ. തൊട്ട് മുന്നേ പഠിച്ചത് എബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു 2 റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പൊ പറഞ്ഞിരുന്ന ഫിഗർ ഇങ്ങനെയല്ലേ? ഈ ഫിഗർ y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ലൈൻ ഏതാ? y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ഒരു വെർട്ടിക്കൽ ലൈനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതിനായിട്ട് എന്ത് വേണം? നമുക്ക് y ഈക്വൽ ടു 2 ആണ് ഗിവൺ ലൈൻ. y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ഗിവൺ ലൈനിൽ വരുമ്പോൾ എക്സ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിഗേഴ്സ് എങ്ങനെ എടുക്കുന്നു? റൂട്ട് എക്സും മൈനസ് റൂട്ട് എക്സും എക്സ് ആയിട്ട് തന്നെ എടുക്കുക. പക്ഷേ y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ലൈൻ എടുക്കുമ്പോൾ f ഓഫ് എക്സ് ആയിട്ട് 2 മൈനസ് എക്സും g ഓഫ് എക്സ് ആയിട്ട് 2 മൈനസ് റൂട്ട് എക്സും എടുക്കേണ്ടി വരും. f of x ആയിട്ട് 2 മൈനസ് എക്സും g of x ആയിട്ട് 2 മൈനസ് റൂട്ട് എക്സും. അതാണ് ഡിഫറൻസ് വരിക. y equal to about the line y equal to 2. അവിടെ about the line x ആക്സിസ് വരുമ്പോൾ y equal to 0 ആയിരുന്നു അല്ലേ? y equal to 0 എടുക്കുമ്പോൾ നമുക്ക് x റൂട്ട് എക്സ് തന്നെ എടുക്കാം. പക്ഷെ y equal to 2 എന്ന് പറഞ്ഞ ലൈനിന് വിത്ത് റെസ്പെക്ട് ടു റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് 2 മൈനസ് എക്സും 2 മൈനസ് റൂട്ട് എക്സും. സോ അതേ ഫോർമുല
പൈ ടൈംസ് എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് സ്ക്വയർ. ഫോർമുല വരുമ്പോൾ വോളിയം ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1, വേരിയേഷൻ എവിടെ 0 to 1, അതിന് മാറ്റില്ല. പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് സ്ക്വയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ട്, ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് സ്ക്വയർ ചെയ്ത് കിട്ടുന്ന വാല്യൂ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ പൈ ഇൻറ്റു ഇതിന് ഇന്റഗ്രൽ ജി എക്സ് സ്ക്വയർ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 5x സ്ക്വയർ 5x ഇന്റഗ്രൽ മൈനസ് 5/2 5x സ്ക്വയർ ബൈ 2 plus 8/3 root x integral x raised to 3/2 by 3/2. So final answer is 5/2. Clear? ഇതേപോലൊരു പ്രോബ്ലം ആണ് നെക്സ്റ്റും. ഫൈൻഡ് ദ വോള്യൂം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ ഓഫ് എക്സാമ്പിൾ 4. തൊട്ട് മുന്നേ പഠിച്ച എക്സാമ്പിൾ എബൌട്ട് y ആക്സിസ്. ആദ്യത്തെ എന്തായിരുന്നു വിത്ത് എബൌട്ട് x ആക്സിസ് ചെയ്തു, പിന്നെ y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ലൈൻ ചെയ്തു. നൗ y ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താവും വേരിയബിൾ കംപ്ലീറ്റ് വൈയിലേക്ക് മാറും. എക്സ് എന്നുള്ള വേരിയബിൾ കംപ്ലീറ്റ് വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യേണ്ടി വരും. സോ വൈ ഈക്വൽ ടു എക്സും വൈ ഈക്വൽ ടു റൂട്ട് എക്സും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം? എക്സ് ഈക്വൽ ടു വൈയും എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് കർവ്. എക്സ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാം. സോ നമ്മുടെ കർവുകൾ ഏതൊക്കെയാവുന്നു? എക്സ് ഈക്വൽ ടു വൈയും എക്സ് ഈക്വൽ ടു വൈ സ്ക്വയറും. സോ എഫ് ഓഫ് വൈ, ഇത് എഫ് ഓഫ് വൈ, ഇത് ജി ഓഫ് വൈ. സോ ഇന്റഗ്രൽ 0 to 1 പൈ ഇൻറ്റു എഫ് ഓഫ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ, ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയറിന്റെ സ്ക്വയർ, അപ്പോൾ വൈ റേസ് ടു 4. ഇന്റഗ്രേറ്റ് ചെയ്യാം വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ഡി വൈ. സോ വൈ സ്ക്വയറിന്റെ ഇന്റഗ്രൽ ഇസ് വൈ ക്യൂബ് ബൈ 3, വൈ റേസ് ടു 4 ഇന്റഗ്രൽ ഇസ് വൈ റേസ് ടു 5/5 ഫ്രം ദ ലിമിറ്റ് 0 to 1. സോ പൈ ഇൻറ്റു 1/3 മൈനസ് 1/5 വിച്ച് ഇസ് 2π/15. ക്ലിയർ? നെക്സ്റ്റ് മെത്തേഡ് ഇസ് ക്രോസ് സെക്ഷൻ മെത്തേഡ്. ഇതിൽ വരുന്ന അടുത്ത മെത്തേഡ് ആണ് ക്രോസ് സെക്ഷൻ. ഏതാ? വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷനിൽ വരുന്ന നെക്സ്റ്റ് മെത്തേഡ് ക്രോസ് സെക്ഷൻ മെത്തേഡ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ഫിഗർ ഒരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കും. സിലിണ്ടർ, ഈ ക്രോസ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ബേസിക് ആയിട്ട് ഞാൻ പറയാം. ഞാൻ ഒരു പ്ലെയിൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം, ഒരു ലൈൻ അല്ല പ്ലെയിൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ സിലിണ്ടറിന്റെ നമുക്ക് ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റില്ല. ഇങ്ങനെ അപ്പർ വ്യൂവില് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫിഗർ കാണാൻ പറ്റില്ലേ? ഇറ്റ് വിൽ ബി എ സർക്കിൾ, റൈറ്റ്? ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ സർക്കിൾ. അപ്പൊ അതാണ് അതിന്റെ ക്രോസ് സെക്ഷൻ. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർവ്യൂ ആയിട്ടുള്ള ഫിഗർ എന്താണോ അതാണ് ക്രോസ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് അതിൽ വരുന്ന പ്രോബ്ലം നോക്കാം. അതിന്റെ സെക്ഷൻ നമുക്ക് ഡെഫിനേഷനും അതിന്റെ പ്രോബ്ലംസും മാത്രം മതി, എക്സ്ട്രാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ട. വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ യൂസിങ് ക്രോസ് സെക്ഷൻ മെത്തേഡ്. ക്രോസ് സെക്ഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ആ സോളിഡ് എസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വിത്ത് എബൌട്ട് എക്സ് ആക്സിസിൽ നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യണം. എക്സ് ഈക്വൽ ടു ബി, എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി ആണ് ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. ആ ക്രോസ് സെക്ഷണൽ ഏരിയ എസ് ആണെങ്കിൽ ആ ഒരു സോളിഡിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണെങ്കിൽ, ഏതാ ക്രോസ് സെക്ഷണൽ ഏരിയ ആ ഒരു സോളിഡ് നമ്മൾ എടുക്കുന്ന സോളിഡിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണെങ്കിൽ ഫ്രം എ ടു ബി, എ കണ്ടിന്യൂസ്, ആ ക്രോസ് സെക്ഷണൽ ഏരിയ എ ഓഫ് എക്സ് ആണ്. എ ഓഫ് എക്സ് എ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ് ലെവൽ എ ബി ആണെങ്കിൽ വോളിയം ഇസ് ഗിവൺ ബൈ ഇന്റഗ്രൽ എ ടു ബി എ ഓഫ് എക്സ് ഡി എക്സ്. അതായത് നമുക്ക് അതിലുള്ള ഫിഗറിന്റെ എന്ത് വേണം? ആ ക്രോസ് സെക്ഷന്റെ ഏരിയ വേണം. ഇപ്പൊ നമുക്ക് സിലിണ്ടർ ആണെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ ആ സർക്കിളിന്റെ ഏരിയ അത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. നമുക്ക് അറിയാവുന്ന ഫിഗേഴ്സേ വരുള്ളൂ. അല്ലെങ്കിൽ ഒരു റെക്ടാംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഐസോസ് ട്രയാംഗിൾ ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയാവുന്നത് ആ ഒരു ക്രോസ് സെക്ഷന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് ഇന്റഗ്രൽ എ ടു ബി എ ഓഫ് എക്സ് ഡി എക്സ് ഫൈൻഡ് ചെയ്യാം. ഇറ്റ് ഇസ് നമ്മൾ പറഞ്ഞ പോലെ എന്താ റീമാൻ സമ്മിന്റെ ലിമിറ്റ് സിഗ്മ എ കെ ഈക്വൽ ടു 1 to n എ ഓഫ് സി കെ ഡെൽറ്റ എക്സ്, ഫോർ സി കെ എന്ന് പറയുന്നത് ആ ഒരു ക്രോസ് സെക്ഷനെ പാർട്ടിഷൻ ചെയ്തതിലുള്ള ഇവാലുവേഷൻ പോയിന്റ്. അതൊന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക, ഇന്റഗ്രൽ എ ടു ബി എ ഓഫ് എക്സ് ഡി എക്സ്. Problem: a solid has circular base 2. Circular base or radius 2 ഉള്ള ഒരു circular base ഉള്ള ഒരു സോളിഡ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതൊരു പാരലൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ സോളിഡ്, അതിനൊരു പാരലൽ ക്രോസ് സെക്ഷൻ ടു ഇറ്റ്സ് ബേസസ് ആർ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ്. അതിന് വൈ ആക്സിന് പാരലൽ ആയിട്ട് നമ്മളൊരു എടുക്കുന്ന സമയത്ത്, വൈ ആക്സിന് പാരലൽ ആയിട്ട് ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് കിട്ടുന്നത് ഇക്വിലാറ്ററൽ, അതായത് 3 സൈഡ്സും സെയിം ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണെങ്കിൽ ആ സോളിഡിന്റെ വോള്യം, സോളിഡ് ഓഫ് റെവല്യൂഷന്റെ വോള്യം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, ആ വോള്യം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ആ ക്രോസ് സെക്ഷൻ മെത്തേഡാണ്. കാരണം ഇവിടെ ഗിവൺ ആണ് എന്ത് ക്രോസ് സെക്ഷൻ എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ നമുക്ക് ആ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിന്റെ വോള്യം ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ അതിന്റെയൊക്കെ എന്ത് വേണം? ഡയമെൻഷൻസ് വേണം അല്ലെ? ആ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ അതിന്റെ സൈഡ്സ് ഒക്കെ വേണം. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിലും എന്ത് ചെയ്യുക, കൺസെപ്റ്റ് നമുക്ക് ഇതിന് 2D ഫിഗർ വരച്ചു വെക്കാം. അതായത് ബേസ് എന്താ? 2 റേഡിയസ് ഉള്ള സർക്കിൾ. അവിടെ എന്താണെന്നൊന്നും മനസ്സിലായി, സെന്റർ ഒന്നും ഗിവൺ അല്ല, പക്ഷെ നമ്മൾ എടുക്കാണ് ഒറിജിൻ സെന്റർ ആയിട്ട് 2 റേഡിയസ് ഉള്ള സർക്കിൾ. ഇറ്റ് വിൽ ബി x² + y² = 4, റൈറ്റ്? സോ ആ ഒരു സെക്ഷന്റെ
നമ്മളൊരു y ആക്സിസ് ഇതാണ്, XY ആക്സിസ്. നമുക്ക് ആദ്യം 2 റേഡിയസ് സർക്കിൾ നമുക്ക് വരയ്ക്കാൻ അറിയാം, അത് വരച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാ, അതില് y ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അതിന്റെ ലെങ്ത് ആയിരിക്കും ആ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ്. അതായത് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈൻ പാരലൽ ടു y ആക്സിന്റെ ലെങ്ത് ആയിരിക്കും സൈഡ് ഓഫ് ദ റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ അല്ല, ട്രയാങ്കിൾ, സോറി. ഓക്കെ, ആ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് അതിലൊരു ജനറൽ പോയിന്റ് XY ചൂസ് ചെയ്തു. ആ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ജനറൽ പോയിന്റ് XY. അങ്ങനെയാണെങ്കിൽ ഇതോട്ട് ഇതുപോലെ ഡിസ്റ്റൻസ് എന്താ, y, റൈറ്റ്? സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ഇസ് 2y. അപ്പൊ ഈ 2y ആയിരിക്കും ഈ ഒരു ട്രയാങ്കിൾ. നമുക്ക് നോക്കൂ, ഇതാണ് സർക്കുലർ ബേസിക്സ്. സർക്കുലർ ബേസ് ഉള്ള ഈ ഇതിന് y ആക്സിന് പാരലൽ ആയിട്ട് നമ്മൾ ഇതൊരു ട്രയാങ്കിൾസ് എടുക്കുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷൻ ട്രയാങ്കിൾസ് ആണെന്നാ പറഞ്ഞത്, ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾസ്. അപ്പൊ നമുക്ക് ആ ട്രയാങ്കിൾസിന്റെ ഏരിയ മതി ക്രോസ് സെക്ഷൻ ഏരിയ ആയിട്ട്, A(x) ആയിട്ട്. സോ അതിനായിട്ട് എന്ത് ചെയ്യാൻ, സൈഡ് വേണമല്ലോ, ഈ ട്രയാങ്കിളിന്റെ സൈഡ് വേണം. സോ അതിനാണ് 2y സൈഡിലുള്ള ഒരു ട്രയാങ്കിൾ. അപ്പൊ അതിന്റെ നമുക്ക് ഏരിയ എന്താ, ഹാഫ് BH, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഹാഫ് BH. B is a base and H is the height. അപ്പൊ അത് ഹൈറ്റ് വേണം, ബേസ് ഉണ്ട് 2y, ഹൈറ്റ് കിട്ടാൻ എന്ത് ചെയ്യാം, യൂസ് പൈത്തഗോറസ് തിയറം അല്ലെ. ഈ ഒരു ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ്, ഹൈപ്പോട്ന്യൂസ് ഉണ്ട് 2y, ബേസ് ഉണ്ട് y അല്ലെ, ഒരു സൈഡ്. ഇത് ടോട്ടൽ 2y. അപ്പൊ ഈ ഹാഫ് എത്രയാ, y. അപ്പോ ബേസ് y, 2y ആണ് ഹൈപ്പോട്ന്യൂസ്. അപ്പൊ ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്താണ് വിളിക്കുക, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ. അങ്ങനെ പറയാറില്ലേ പൈത്തഗോറസ് തിയറം. അവിടെ വെച്ച് എന്ത് ചെയ്യാം, 2y ഹോൾ സ്ക്വയർ മൈനസ് ബേസ് y സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് 4y സ്ക്വയർ മൈനസ് y സ്ക്വയർ 3y സ്ക്വയർ. 3y സ്ക്വയറിന്റെ റൂട്ട് അല്ലെ, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 3y സ്ക്വയർ. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് എന്താ, √3y. അപ്പൊ അതാണ് ഹൈറ്റ്. കണ്ടോ, √3y ഹൈറ്റ്. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടോ? അതവിടെ എഴുതിയിട്ടില്ല, മനസ്സിലാക്കണം യൂസിങ് പൈത്തഗോറസ് തിയറം. സോ √3y. അപ്പൊ നമുക്ക് എന്നിട്ട് ഈ ഹാഫ് BH കൊടുക്കാം. റെക്ടാങ്കിളിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് BH. B is 2y and H is √3y. So half BH എന്താ, half into 1/2 into B എന്താ 2y into √3y. So 2 get cancelled, y or y square. So √3y square. നമുക്ക് വേണ്ടത് വിത്ത് റെസ്പെക്ട് ടു x അല്ലേ, അപ്പൊ y ക്ക് പകരം എന്ത് എഴുതാം, 4 - x square, √3 4 - x square. ആ ക്വസ്റ്റ്യൻ ഉണ്ടത് അല്ലെ, x square plus y square equal to 4 അല്ലേ. സോ 4 - x square. ഇതായിരിക്കും നമ്മുടെ ഗിവൺ A of x, ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷണൽ ഏരിയ ഇസ് A of x. സോ ഇന്റഗ്രേഷൻ ഫ്രം -2 to 2. അത് എവിടെ നിന്ന് കിട്ടിയതാ, റേഡിയസ് അല്ലേ, -r/2r, ഹോൾ സെക്ഷൻ വേണം. അപ്പൊ -r/2r എന്ന് പറയുമ്പോൾ -2 to 2, -2 to 2 A of x dx, √3 4 - x square dx. √3 കോൺസ്റ്റന്റ് പുറത്തെടുത്തു, ബാക്കി ഇന്റഗ്രേഷൻ ചെയ്യുക, ഫൈനൽ ആൻസർ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു പ്രോബ്ലം ആണ്. ഈ സെക്ഷനിൽ ലാസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ വോള്യൂം ഓഫ് എ പിരമിഡ്. ഒരു ഗിവൺ പിരമിഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു സ്ക്വയർ ബേസ് ഉള്ള അല്ലെങ്കിൽ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പിരമിഡ് ലൈക്ക് ദിസ്. ഈ ഒരു പിരമിഡിന്റെ വോള്യൂം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ നമുക്ക് വേണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് സെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു പിരമിഡ് ഇതുപോലെ ഗിവൺ ആണെങ്കിൽ, ഒരു സ്ക്വയർ ബേസിലെ പിരമിഡ് ആണെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷന്റെ ഏരിയ, ക്രോസ് സെക്ഷനും എന്ത് തന്നെയായിരിക്കും, സ്ക്വയർ ആയിരിക്കും. പക്ഷേ സ്ക്വയർ ബേസ് അവിടെ തന്നിട്ടുണ്ട്, സൈഡ് B, ഹൈറ്റ് H. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. നോക്കൂ, ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ വേണം. നമുക്ക് വേണ്ടത് ഈ ഒരു ക്രോസ് സെക്ഷന്റെ ഏരിയ, ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ വേണം. ഈ സ്ക്വയറിന്റെ ഏരിയ കാണാൻ സൈഡ്സ് വേണം. ഈ സൈഡ്സ് കണ്ടുപിടിക്കണം. സൈഡ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതേപോലൊരു ഫിഗർ കൺസിഡർ ചെയ്യുക. അതായത് ഈ രീതിക്ക് ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ജനറൽ പോയിന്റ് XY ചൂസ് ചെയ്യുക, ജനറൽ പോയിന്റ് XY. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇവിടെ താഴെയുള്ള ഹൈറ്റ് H-ഉം ബേസ്, ഇത് ഒറിജിൻ ആണെന്ന് വിചാരിക്കുക, ഒറിജിൻ ആണ് ഇതിന്റെ സെന്റർ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, ബേസ്, ഈ ടോട്ടൽ ബേസ് B എന്നാ പറഞ്ഞത്. അപ്പൊ അതിന് ഹാഫ് എത്രയാ, B/2. ടോട്ടൽ ഹൈറ്റ് H. അതിൽ ഈ ഒരു പോയിന്റ്, ഇവാലുവേഷൻ പോയിന്റ് ആയ XY എന്നൊരു പോയിന്റ്. അപ്പൊ അതിൽ Y കോർഡിനേറ്റ് Y അല്ലേ, അപ്പൊ ഈ ഹൈറ്റ് Y, ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് Y. അതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഈ ഡിസ്റ്റൻസ് X, ഈ ഡിസ്റ്റൻസ് X, ഈ ഡിസ്റ്റൻസ് Y. എന്നാലേ പോയിന്റ് XY ആവുള്ളൂ, ശരിയല്ലേ? സോ ബാക്കി എന്താണ്, ടോട്ടൽ H-ല് Y ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ ഇത് H - Y. ഇതിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഈ ഫിഗർ ഒന്ന് മാറ്റി വരച്ചു. നമുക്ക് വേണ്ടത് എന്താ, ഈ ഡിസ്റ്റൻസ് വേണം, എക്സിന് വാല്യൂ, ആ ഒരു ഡിസ്റ്റൻസ് എക്സിന്റെ വാല്യൂ വേണം അല്ലെ.
എക്സിന്റെ ഡിസ്റ്റൻസ് കിട്ടി നമുക്ക് 2 ടൈംസ് എക്സ് ആണ് ആ ഒരു ഇതിന്റെ ഒരു സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 2x ആണ് ഇതിന്റെ സൈഡ്, ശരിയല്ല? അപ്പൊ നമുക്ക് എക്സ് കിട്ടിയാൽ മതി. സോ ഈ ഒരു ഫിഗറിൽ നിന്ന് ഇതിന്റെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആക്ച്വലി ഈ രണ്ട് ട്രയാങ്കിൾസ്, ഈ കൺസിഡർ ദീസ് ടു ട്രയാങ്കിൾസ്, ഈ ട്രയാങ്കിളും അതുപോലെയുള്ള ഈ രണ്ട് ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസാ? സിമിലർ ട്രയാങ്കിൾസാ. സോ അതിന്റെ എന്തുകൊണ്ടാ സിമിലർ എന്ന് പറഞ്ഞേ? ആംഗിൾസ് 3 ആംഗിൾസും സെയിം ആയതുകൊണ്ട്. ഏതൊക്കെ ട്രയാങ്കിൾസ് നമുക്ക് വേണമെങ്കിൽ നെയിം ചെയ്യാം. ഇതിന് എ ബി സി ഡി ഇ. അപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി ഇയും സിമിലറാ. കാരണം അവരുടെ സൈഡ്സ് ഏതൊക്കെയാ? ആംഗിൾ എ രണ്ടിലും സെയിം അല്ലേ? ഈ ആംഗിൾ ഈ സെക്കൻഡ് ഫസ്റ്റ് ട്രയാങ്കിളിലും സെക്കൻഡ് ട്രയാങ്കിളിലും സെയിം ആംഗിളാ. അതേപോലെ ഇത് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്, അടുത്ത രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി. ഈ രണ്ട് ആംഗിൾസും സെയിം. അത് ആംഗിളിന്റെ പ്രോപ്പർട്ടിയാ. രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് 3 ആംഗിൾസും സെയിം ആയതുകൊണ്ട് ദീസ് ടു ട്രയാങ്കിൾസ് ആർ വാട്ട്? സിമിലർ ട്രയാങ്കിൾസ്. ഈ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ സെയിം ആംഗിൾസ് ഇൻ ഓപ്പോസിറ്റ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റാം? ആദ്യം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സ് എടുക്കുകയാണെങ്കിൽ ഈ സൈഡിന് ഈ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് ഏതൊക്കെയാ? ഒന്ന് ഇത്, പിന്നെ ഇത്. അപ്പൊ ഇത് രണ്ടും പ്രൊപ്പോർഷണൽ. സോ ഇത് എക്സ്, ഇത് b/2. സോ x/b/2 ഈക്വൽ ടു, പിന്നെ എടുക്കുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാ? ആംഗിൾസ്, ഈ രണ്ട് ആംഗിൾസ് എടുക്കാം. ഈ ആംഗിളും ഈ ആംഗിളും രണ്ടും സെയിം അല്ലേ? ഈ രണ്ട് ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെയാ? ഒന്ന് സ്മോൾ ട്രയാങ്കിൾ h-5ഉം ലാർജ് ട്രയാങ്കിളില് h ഉം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? x/b/2 ഈക്വൽ ടു h-y/h. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത x ഈക്വൽ ടു b/2h ടൈംസ് h-5 എന്ന് എടുക്കാൻ പറ്റും. സോ നമുക്ക് ഏരിയ എന്താ? എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ? നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക? സ്ക്വയറിന്റെ ഏരിയ എന്താ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? സൈഡ് 2x ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2x എന്താ? സോ 2x into 2x ആയിരിക്കും അതിന്റെ ഏരിയ, ക്രോസ് സെക്ഷന്റെ ഏരിയ. സോ b²/h² h-5 ഹോൾ സ്ക്വയർ. അവിടെ എക്സിന് വാല്യൂ കൊടുത്തു. ഫ്രം ദ ലിമിറ്റ് 0 to h അല്ലെ? താഴെ 0 മുതൽ h വരെയാണ് അതിന്റെ ലിമിറ്റ് പോകുന്നത്. a of y dy നമ്മൾ വിത്ത് റെസ്പെക്ട് y ചെയ്യുന്നത്. a of y dy ഇന്റഗ്രൽ 0 to h a of y dy. a of y യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് കോൺസ്റ്റന്റ്സ് ഒക്കെ പുറത്ത് നിർത്തിയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാം. h-y സ്ക്വയറിന്റെ ഇന്റഗ്രൽ h-y ഹോൾ ക്യൂബ് ബൈ 3 ഇൻറ്റു ഒരു -1 ഡിവൈഡ് ബൈ -1 വരും. h-y ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്ത് കളയാം. ഫൈനൽ ആൻസർ 1/3 b²h/3. ക്ലിയർ? ഒരു പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. b²h/3. That's all about the section. Thank you.